കേരളത്തിൽ 2020 നിലപാട് മാറ്റവും സാബു എം ജേക്കബിന് നേരെയുള്ള ED അന്വേഷണവും കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ചിത്രമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടപ്പിലാക്കിയ അതേ തിരക്കഥയാണ് ഇന്ന് രാജ്യമൊട്ടാകെ പടരുന്നത്. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പ്രതിപക്ഷ നേതാക്കളുടെ വീട്ടുപടിക്കൽ പുലർച്ചെ ED എത്തുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അതേ നേതാവ് കാവി ഷാൾ അണിഞ്ഞ BJP വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതോടെ എല്ലാ അന്വേഷണങ്ങളും നിലയ്ക്കുന്നു, ഫയലുകൾ മരവിക്കുന്നു. ഇതിനെയാണ് ഇന്ന് രാജ്യം വാഷിംഗ് മെഷീൻ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. എതിർക്കുന്നവനെ ജയിലിൽ അടയ്ക്കുക, വഴങ്ങുന്നവനെ ഒപ്പം കൂട്ടുക, ഇതാണ് പുതിയ BJP നയം. കേന്ദ്ര ഏജൻസികൾ ഇന്ന് BJPയുടെ പോഷക സംഘടനകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉണരുന്ന EDയും CBIയും പ്രതിപക്ഷ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുകയും നേതാക്കളെ സമ്മർദ്ദത്തിലേക്കാക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ സാബു എം ജേക്കബിനെതിരെ ED അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം NDA പാളയത്തിലേക്ക് ചായുന്നത് വെറും ഒരു യാദർച്ഛിക സംഭവമേ അല്ല. അത് ബിസിനസ് സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള ഒരു ഒത്തുതീർപ്പ് മാത്രമായിരുന്നു. കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബു എം ജേക്കബിനെതിരെ ഫെമ ചട്ടലംഘനത്തിൽ ED കേസെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 3 തവണയാണ് നോട്ടീസ് നൽകിയത്. അപ്പോഴും 3 തവണയും ഹാജരായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. സാബു എം ജേക്കബ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ED നിലപാട് കടുപ്പിക്കുന്നതിനിടയിലെയാണ് 2020യുടെ NDA പ്രവേശനമുണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തനിച്ചു നിന്ന 2020 വളരെ പെട്ടെന്നായിരുന്നു BJPയുമായുള്ള സഖ്യം ചേരാനുള്ള തീരുമാനമെടുത്തത്. ED നടപടികൾ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ NDA പ്രവേശനമെന്ന സംശയങ്ങളും ഇതോടെ ശക്തമായി മാറി. കിറ്റെക്സ് ഗ്രൂപ്പിന്റെ വിദേശ നിക്ഷേപത്തിൽ ചട്ടലംഘനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ED ഊർജിതമാക്കി വരുന്നതിനിടയിലെ NDA പ്രവേശനം തുടർ നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാക്കി. അതേസമയം 2020 NDA സഖ്യത്തിൽ ചേരുന്നതിന് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു. തീരുമാനത്തിൽ നിന്നും പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കും ചേക്കേറിയിരുന്നു. അതായത് സ്വന്തം പാർട്ടിയെ ബലി കൊടുത്തുകൊണ്ടായിരുന്നു സാബു ജേക്കബ് എന്ന മുതലാളി സ്വന്തം ബിസിനസിനെ സംരക്ഷിച്ചത്. ഇവിടെയും തീരുന്നതല്ല BJPയുടെ കാര്യങ്ങൾ. ജനാധിപത്യത്തിലെ കാവലാളാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചുവടുവെക്കുന്നു എന്ന ആരോപണം ശക്തമാക്കുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ മുതൽ വോട്ട് മറിക്കൽ വരെയുള്ള തന്ത്രങ്ങളിലൂടെ അധികാരമുറപ്പിക്കാൻ ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനും BJP തയ്യാറാവുകയാണ്. പണക്കൊഴുപ്പും അധികാരവും ഉപയോഗിച്ച് ജനവിധിയെ വിലക്കി വാങ്ങുന്ന കാഴ്ചയാണിത്. ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൂട്ടുകൂടുന്ന നേതാക്കൾക്ക് ജനങ്ങളുടെ വിശ്വാസ്യത ഉണ്ടാകില്ല. ഭയപ്പെടുത്തി ഭരിക്കുക എന്നത് ജനാധിപത്യമേ അല്ല, മറിച്ച് സ്വേച്ഛാധിപത്യമാണ്. ഇന്ത്യൻ വോട്ടർമാർ ഈ അന്വേഷണ നാടകങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി പറയുന്നു.